ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ റെസിപ്പി ആയിട്ടാണ്. വളരെയേറെ രുചികരമായിട്ടുള്ള നാടൻ ബീട്രൂട്ട് തോരനാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാനിതാ ബീട്രൂട്ട് കഴുകിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബീട്രൂട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്തും തോരനുണ്ടാക്കാവുന്നതാണ്. തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക് അരിഞ്ഞത്, 4 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെയേറെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള നാടൻ ബീട്രൂട്ട് തോരനാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ശേഷം ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിലോട്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാൻ നിൽക്കരുത്. ഇത് ആവിയിൽ കിടന്ന് വെന്തോളും. ബീട്രൂട്ട് എന്തായെന്ന് തുറന്നു നോക്കാൻ കൊണ്ട് ഒരു ഹാഫ് കുക്കായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഉപ്പ് നോക്കിയ സമയത്ത് ഉപ്പ് കുറവായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മുടെ ബീട്രൂട്ട് കണ്ട നല്ല പെർഫെക്റ്റായി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ഓവർ അങ്ങ് വെന്തുടഞ്ഞു പോകരുത് കേട്ടോ. കഴിക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം. ഇനി ഇതിലോട്ടൊരു 1/4 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായി തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒന്ന് ആവി കയറിക്കോട്ടെ. ഇപ്പോൾ ഇത് 3 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കുകയാണ്. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ ബീട്രൂട്ട് തോരൻ റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? കണ്ട ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. നല്ലപോലെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ വേണം ഈ ഒരു ബീട്രൂട്ട് തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതുപോലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരനുണ്ടെങ്കിൽ ചോറിനൊപ്പം കഴിക്കാൻ മറ്റ് കറികളുടെ ഒന്നും ആവശ്യമേ ഇല്ല. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി നാടൻ ബീട്രൂട്ട് തോരൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.